കല്ലുകൾ സലാം പറയുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നബിയാകുന്നതിന് മുമ്പേ എന്നോട് സലാം ചൊല്ലുന്ന കല്ല് ഈ മക്കയിൽ എനിക്ക് പരിചയമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. അത് മുഅ്ജിസത്താവണോ എന്നാ പിന്നെ കല്ലു അഭൗതികം എന്ന് പറയോ? അപ്പൊ പിന്നെ ലോകത്തിന് തൗഹീദ് ഉണ്ടാവൂല. കല്ലു അഭൗതികം, മലക്കു അഭൗതികം, ജിന്നു അഭൗതികം, മരു അഭൗതികം, ചന്ദ്രനു അഭൗതികം, ആകെ ഭൗതികമായി മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അഭൗതികമാവും. അതുകൊണ്ട് അത് ഏറ്റവും വലിയ അവിവേകമാണ്. അതൊരിക്കലും ശരിയല്ല. അദ്ദേഹം അത് തിരുത്തുമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം. ശബ്ദപരിധിയിലുള്ള മനുഷ്യൻ, മലക്ക്, ജിന്ന് ഇവർ എന്നെ സഹായിക്കട്ടെ എന്ന് കരുതി അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കുവിൻ എന്ന് വിളിച്ചാൽ അത് അഭൗതികമായ തേട്ടമല്ലേ? അത് ശിർക്കല്ലേ? ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം യാ ഇബാദല്ലാ അഈനൂനി എന്ന ദുർബലമായ ഹദീസാണ്. അതിൻ്റെ മത്നിൽ ഷിർക്കുണ്ട് എന്നാണല്ലോ ഇത്രയും കാലം മുജാഹിദ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അല്ല എന്ന് വിശദീകരിക്കുവാൻ വേണ്ടി ഇവിടെയുള്ളവർ ഉദ്ധരിക്കുന്നത് ഒന്ന് മടവൂരികളുടെ നേതാവായ ചെറിയ മുണ്ടവും അവരുടെ പ്രസിദ്ധീകരണമായ ശബാബിൽ തന്നെ എഴുതുന്ന വരികളാണ്. അതേപോലെ തന്നെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സക്കരിയ സ്വലാഹിയുടെ ക്ലിപ്പുകളും, അതേപോലെ തന്നെ മുമ്പ് അബ്ദുറഹ്മാൻ സലഫി, അനസ് മൗലവി, ഹനീഫ് കായക്കൊടി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ക്ലിപ്പുകളുമാണ്. അതിൽ നിന്ന് അവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വാദത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുക? ജിന്ന്, മലക്ക്, മനുഷ്യൻ മാത്രമല്ല ഏത് സൃഷ്ടിയോടായാലും ഒരു സഹായം ആവശ്യപ്പെടുന്നത് ദുആ ആവാൻ നാം മുമ്പേ പഠിപ്പിച്ച ഒരു തത്വമാണെന്ത്? ഹയ്യും ഹാദിറും ഖാദിറും എന്നത്. അത് ജിന്നിനെ പറ്റി മാത്രം പറഞ്ഞതല്ല. ഒരു ഇൻസിനോട് ഒരാൾ ചോദിക്കുമ്പോൾ എപ്പോഴാ ദുആ ആവുക? ഇൻസിനോട്, മനുഷ്യനോട് ഒരാൾ ചോദിച്ചാൽ ആ ചോദ്യം എപ്പോൾ ദുആ ആകും? തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മാതാ അമൃതാനന്ദ മയ്യോട് ഒരു മനുഷ്യൻ ഒരു സംഗതി ആവശ്യപ്പെട്ടാൽ അതെല്ലാം ദുആ ആണോ? അല്ലല്ലോ. ദുആ ആകുന്നതുണ്ട്, ദുആ ആകാത്തതുണ്ട്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമൃതാനന്ദമയ്യോട് ഒരു ഗ്ലാസ് വെള്ളം തരോ എന്ന് ചോദിച്ചാൽ ദുആ അല്ല. എന്റെ കണ്ണിന് കാഴ്ച തരണേ പറഞ്ഞാലോ ദുആ ആണ്. അപ്പോൾ ഒരു വിളി ദുആ ആവാനും ആവാതിരിക്കാനുമുള്ള മാനദണ്ഡമെന്ത്? അവിടെയാണ് ഹയ്യും ഹാദിറും ഖാദിറും പറഞ്ഞത്. ഇവിടെ അമൃതാനന്ദമയി ഹയ്യാണ്, ഹാദിറാണ്, പക്ഷെ ഖാദിറല്ല. കാഴ്ച ചോദിച്ചപ്പോൾ അതുകൊണ്ട് ദുആ ആയി. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോഴോ ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറാണ്, അതുകൊണ്ട് ദുആ അല്ല. അപ്പോൾ ജിന്നാവട്ടെ, ഇൻസാവട്ടെ, മലക്കാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ഏതാവട്ടെ, അതിനോടുള്ള ഒരു ചോദ്യം ദുആ ആകാനുള്ള പൊതു മാനദണ്ഡമാണ് ഹയ്യും ഹാദിറും ഖാദിറും എന്നത്. അതില്ലേ, ഹയ്യല്ലേ, മരിച്ചവനാണോ എങ്കിൽ ഏത് ചോദ്യവും ദുആ. ഹാദിറല്ല, ഗായിബാണോ എങ്കിൽ ആ ചോദ്യം ദുആ. ഹയ്യാണ്, ഹാദിറാണ്, പക്ഷേ അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ ചോദിക്കുന്നത്? മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, പടച്ച റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണോ ചോദിക്കുന്നത്? എങ്കിൽ അത് ദുആ. അത് ഇൻസിനും ബാധകം, ജിന്നിനും ബാധകം, മനുഷ്യനും ബാധകം, അല്ലാത്തിനും ബാധകം. ഇതാണ് യഥാർത്ഥ ഇത്രയും കാലം പറഞ്ഞത്. അല്ലാതെ ഇതിന് മാത്രം ശിർക്കുണ്ട് എന്നല്ല ഇത്രയും കാലം പറഞ്ഞത്. ഇത്രയും കാലം പറഞ്ഞ ശിർക്ക് ഇല്ലാന്നാ. കാരണം എന്താ? ഞാൻ ഇപ്പൊ ഇഹ്യാത്തുവാസിന്റെ കത്ത് വായിച്ചല്ലോ. ശിർക്ക് ഇല്ലാതിരിക്കാൻ കാരണം എന്താ? ലിഅന്നഹു മിൻ ജിൻസി സുആലിൽ മഖ്ലൂഖിൽ ഹയ്യിൽ ഹാദിൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹി. ഹയ്യും ഹാദിറും ഖാദിറുമായ മഖ്ലൂഖിനോട് ആ മഖ്ലൂഖിന് കഴിയുന്ന കാര്യം ചോദിക്കുക എന്ന വകുപ്പേ യാ ഇബാദുള്ളയിൽ ഉള്ളൂ. അതിനാൽ വൽ ഹദീസു ലാ ശിർക ഫീഹി, ഹദീസിൽ ശിർക്കില്ല. ഇതാണ് ലോകാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. അത് പുറത്താക്കപ്പെട്ടവരും പുറത്താക്കപ്പെടാനുള്ളവരും അകത്തന്നെ കൂടിയിരിക്കണവരും എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. പിന്നുള്ളത് തൗബ ചെയ്തല്ലോ എന്നാ. തൗബ നമ്മൾ ആകെ കേട്ടത് അനസ് മൗലവിന്റെ മാത്രം. മറ്റുള്ളവരൊന്നും തൗബയും കേട്ടിട്ടില്ല. ഇനിയിപ്പോ ഒരാളെ തൗബ കൊണ്ട് മൂന്നാക്കും മതിയാവോ? അല്ലാഹു അഅലം. പണ്ട് റസൂല പറഞ്ഞത്, മദീനത്തൊരു പെണ്ണ് വ്യഭിചരിച്ച് റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ നശിച്ചു പോയി, എറിഞ്ഞു കൊല്ലണം. അവസാനം എറിഞ്ഞു കൊന്നു. നിസ്കരിക്കാൻ തയ്യാറായപ്പോ ഉമർ ഖത്താബ് ചോദിച്ചു, റസൂലേ വ്യഭിചാരിക്ക് വേണ്ടി നിസ്കരിക്കുകയാണോ? അപ്പൊ നബി പറഞ്ഞു, ലഖദ് താബത് തൗബ ലൗ ഖുസിമത് അലാ 70 മിൻ അഹ്ലിൽ മദീന ലവസിഅത്ഹും. അവൾ ചെയ്ത തൗബ 70 ആൾക്ക് ഓരിച്ചു കൊടുത്താൽ ഓർക്ക് എല്ലാവർക്കും അത് മതി. അപ്പൊ നീ എല്ലാവർക്കും കൂടി പറ്റിയ തൗബ മൂപ്പത് ഒറ്റക്ക് ചെയ്തതാണോ? അല്ലാഹു. ഏതായിരുന്നാലും ആ ചെയ്ത തൗബീന് മൂപ്പത് തൗബ ചെയ്യണം എന്നിടത്താണ് ഇപ്പുള്ളത്. ചെയ്ത തൗബീന് തൗബ ചെയ്യണം. കാരണം
ആ തൗബയാണ് ശരിയെങ്കിൽ ഇത്രയും കാലം ഞാൻ പറഞ്ഞൊക്കെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മടവൂരികൾക്കെതിരെ പറഞ്ഞ മറുപടി ശരിയായിട്ടില്ലായിരുന്നു. അപ്പൊ ഓല് പറഞ്ഞത് തന്നെ ശരി. ഖുറാഫിയക്കെതിരെ പറഞ്ഞ മറുപടി ശരിയായിട്ടില്ല, അപ്പൊ ഖുറാഫിയുടെ വാദ ശരി. പഠിച്ചപ്പോ അങ്ങനെ തൗബ ചെയ്തത് എന്ന് ഉടനെ പറയണം മൂപ്പര്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും കാലം മുജാഹിദീങ്ങൾ പറഞ്ഞത് ഇതിൽ ശിർക്കില്ല എന്നാണ്. ശിർക്കുണ്ട് എന്നൊരു വാദം ഇപ്പോഴാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, KJU ഔദ്യോഗികമായി ഇന്നും പറഞ്ഞിട്ടില്ല ഈ മത്നിൽ മുത്ലഖൻ ശിർക്കുണ്ട് എന്ന്. മറിച്ച് ജിന്നിനെയോ റിജാദുൽ ഗൈബിനെയോ ഉദ്ദേശിച്ചാൽ ശിർക്കും ബയ്യിനാണെന്ന് അൽബാനി പറഞ്ഞിരിക്കുന്നു എന്നാണ് ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഇപ്പോൾ ഇറങ്ങിയ ഈ സർക്കുലറിൽ പോലും ഉള്ളത്. അതുകൊണ്ട് ഇത്രയും കാലം എന്ത് പറഞ്ഞോ അവിടെ നിൽക്കുന്നവൻ ഇതിൽ തൗബ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവിടുന്ന് വിട്ടുവാൻ തൗബ ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ തൗബയും യഥാർത്ഥത്തിൽ വീണ്ടും തിരുത്തപ്പെടേണ്ടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് അബു ഇർഫാനാണ്. ഞാൻ മുത്തന്നൂർ KNM ശാഖ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എനിക്കൊരു ചോദ്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. എന്നെപ്പോലെ 99% ഇവിടെയുള്ളൊക്കെ KNMൻ്റെ മുജാഹിദ് പ്രവർത്തകരോ അനുഭാവികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കൊരു ചോദ്യമേ ഉള്ളൂ. അതിൻ്റെ ഉപചോദ്യം പിന്നീട് ഉണ്ടാവാം. പക്ഷേ ഒരു ചോദ്യം, ഇവിടെ ഞാൻ VP ഹാളിൽ വെച്ചിട്ട് സക്കരിയ സലാഹി എന്ന് പ്രസംഗിച്ചോ അന്ന് മുതൽ മിനിയാന്ന് വേങ്ങര ഫൈസൽ മുസ്ലിയാർ പ്രസംഗിക്കുന്ന അവിടം വരെ ഞങ്ങൾ തൃശ്ശൂർ, എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ നിങ്ങളെ പ്രസംഗം കേൾക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഷാഹുലിനറിയാം. ചോദ്യം ഒറ്റ ചോദ്യം, ഒരു മൂവർ സംഘമാണ് ഈ പ്രശ്നത്തിനൊക്കെ മുന്നിലുള്ളത് എന്ന് പലപ്പോഴും നിങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങളല്ല എല്ലാവരും പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു മൂവർ സംഘത്തിനെ നിങ്ങൾ ആ VP ഹാളിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിക്കുന്നതാണ്. ഈ KNM, ഞങ്ങളൊക്കെ KNMലാണ്, KNM വേണം, KGU വേണം എന്നൊക്കെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇതൊന്ന് സ്പ്ലിറ്റ് ആകാതിരിക്കാൻ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടായിരുന്നോ? ഒരു ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, പ്ലീസ്. ചോദിച്ച സുഹൃത്തും ഞാനും ഒരേ നിലവാരമാണ്. അദ്ദേഹം ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ്, ഞാനും ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളുടെയും ഒരു ആവശ്യം കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ച സ്പ്ലിറ്റ് ആവാതിരിക്കുക എന്നുള്ളത്. അത് 100% നമ്മളൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു സ്പ്ലിറ്റ് ഇതുവരെയും വരാത്തത്. നമുക്കറിയാം KNMൻ്റെ ബൈലോ ഒരു പക്ഷേ ലോകത്ത് മറ്റൊരു സംഘടനക്കും അവകാശപ്പെടാനില്ലാത്ത അത്രയും കൃത്യമായ ബൈലോയാണ് KNMനുള്ളത്. ആ KNMൽ നിന്ന് ഒരു സാധാരണ മെമ്പറെ പിരിച്ചുവിടണമെങ്കിൽ പോലും ഭരണഘടനാപരമായ ഒരുപാട് റൂട്ടുകൾ അതിന് സ്വീകരിക്കേണ്ടതുണ്ട്. ശാഖയിലെ മെമ്പറെ പിരിച്ചുവിടാനും സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമുള്ളൂ, ശാഖ കമ്മിറ്റിക്ക് അധികാരമില്ല. മണ്ഡലത്തിനോ ജില്ലക്കോ അധികാരമില്ല. ഇയാൾ KNMൻ്റെ ആദർശത്തിന് വിരുദ്ധമായോ സംഘടനയ്ക്ക് വിരുദ്ധമായോ പ്രവർത്തിച്ചുവെന്ന് ബോധ്യമാവുകയും അത് ഇദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയും അദ്ദേഹത്തിന് സമയം അനുവദിക്കുകയും ആ സമയത്തിനുള്ളിൽ അദ്ദേഹം വന്ന് വിശദീകരണം നൽകുകയും ആ വിശദീകരണം തൃപ്തികരമാകാതിരിക്കുകയും ചെയ്തതിനു ശേഷം സംസ്ഥാന സമിതി യോഗം ചേർന്ന് ആ യോഗത്തിൽ ചർച്ച ചെയ്തിട്ട് ആ യോഗത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിരിച്ചുവിടാൻ തീരുമാനം വരേണ്ടത്. എന്നാൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പലരെയും പിരിച്ചുവിട്ടത്. ISMൻ്റെയും MSMൻ്റെയും MGMൻ്റെയും ശാഖ മുതൽ സംസ്ഥാന തലം വരെയുള്ള കമ്മിറ്റികളെ മുഴുവൻ പിരിച്ചുവിട്ടു എന്ന് നമ്മളൊക്കെ അറിഞ്ഞത് പത്രത്തിൽ വായിച്ചപ്പോഴാണ്. MSMകാരും ISMകാരും പലരും പറഞ്ഞത് പത്രത്തിൽ വായിച്ചപ്പോഴാണ്. ഭരണഘടനാപരമായ ഒരു മാനദണ്ഡവും ആ രംഗത്ത് പാലിക്കപ്പെട്ടിട്ടില്ല. മറ്റു പല പ്രഭാഷകന്മാർക്കെതിരെയും നടപടി വന്നു. അതിൽപ്പെട്ട ഒരാളെ വിചാരണ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച വിളിച്ചു വരുത്തി. അദ്ദേഹത്തിനുള്ള കേസ് എന്താ? സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തു. എന്താ സംഘടനാ വിരുദ്ധമായി ചെയ്തത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു മണ്ഡലം യോഗത്തിൽ, അദ്ദേഹമാണ് പ്രസിഡന്റ് മണ്ഡലം യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ 50 മിനിറ്റ് സംസാരിച്ചു. അതാണ് ഒരു കേസ്. തൻ്റെ മണ്ഡലത്തില് മീറ്റിങ്ങില് അധ്യക്ഷ പ്രസംഗം 50 മിനിറ്റ്. അതുകൊണ്ട് നിങ്ങളെ പുറത്താക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മൂവർ സംഘത്തിന് നേതാവ് എന്നോ പുറത്താകണ്ടേ. ഞാൻ നിർത്തുന്നത് പറഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞാൽ അപ്പൊ ഉറപ്പാ ഇപ്പൊ അടുത്തൊന്നും അവസാനിക്കൂലാണ്. അപ്പൊ യഥാർത്ഥ ഇങ്ങനെ ദുരുദ്ദേശപരമായി മുൻധാരണ വെച്ചുകൊണ്ട് പല ആളുകളെയും ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുകയും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കണ്ടെത്തിയിട്ട് അത് വെച്ച് പ്രശ്നമുണ്ടാക്കുകയുമാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്താന്നല്ല, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടും എനിക്ക് നോട്ടീസ് തരെ വന്നിട്ടില്ല. ഒരു നോട്ടീസ് എനിക്കിതിരെ വന്നിട്ടില്ല. ഇപ്പൊ ഇസാബ് അതാബുല്ലാതെ പോകുക എന്ന കൂട്ടത്തിലാണോ അള്ളാഹു ആയാലും ഏതായിരുന്നാലും ശരി. അപ്പൊ അത്തരം ചില ആളുകളെ കളികൾ ഇതിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ്, ഒരു സംശയവുമില്ല. ഇനി അടുത്ത ലക്ഷം വരെയെങ്കിലും പോയിട്ട് സ്പ്ലിറ്റ് ആവാതെക്കണം. നമ്മുടെ ഉദ്ദേശം അടുത്ത ലക്ഷം കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആകാന്നുള്ളതല്ല. നമുക്ക് എന്നും എന്ത് ചെയ്യണം, ഇത് സ്പ്ലിറ്റ് ആവാതെ തന്നെ പോകണം. അതുകൊണ്ട് ചവിട്ടി പുറത്താക്കുമ്പോഴും എന്നാലും ശരി ഞങ്ങളൊന്നും ചെയ്യൂലട്ടോ ഇവിടെ നിന്നോളാ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് സ്പ്ലിറ്റ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാകൂല, മറ്റൊരു വഴി ആലോചിക്കുന്നില്ല. ഞങ്ങളെല്ലാം KNM-കാർ തന്നെയാണ്, ISM-കാർ തന്നെയാണ്, KJU-കാർ തന്നെയാണ്, MSM-കാർ തന്നെയാണ്, നമ്മുടെ സഹോദരിമാർ MGM-കാരുമാണ്. മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മുടെ പള്ളിയിൽ 500 ആൾ ജുമുഅക്ക് വന്നാൽ ഒരു പക്ഷെ 50 ആൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ചിലപ്പോൾ 35 ആള് മുജാഹിദ് സെന്ററിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവുള്ളൂ. അതിൽ തന്നെ 25 ആള് APIയും TPIയും കണ്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അതല്ലല്ലോ മാനദണ്ഡം. ഈ KNM മുമ്പോട്ട് വെക്കുന്ന ആദർശം എന്തോ ആ ആദർശം അംഗീകരിക്കുന്ന കാലത്തോളം നമ്മളെല്ലാം KNM-കാരാണ്, നമ്മളെല്ലാം സംഘടനാ പ്രവർത്തകരാണ്. സ്ഥാനം തരില്ലേ വേണ്ട, മെമ്പർഷിപ്പ് തരില്ലേ വേണ്ട, അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം വരുമ്പോഴേക്ക് നമുക്ക് മെമ്പർഷിപ്പിനെ കിട്ടുമോ അല്ലാഹു അഅലം. കിട്ടിയിട്ടില്ലെങ്കിലും പരാതിയൊന്നുമില്ല. പക്ഷേ നമ്മൾ ശിർക്കിക്ക് പോയി എന്ന് പറയാതിരുന്നാൽ മതി എന്നതാണ് ഒരേ ഒരു ആവശ്യം. അതിനപ്പുറം ഒരു ആവശ്യം നമുക്കില്ല. അപ്പൊ ചോദ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ചോദിച്ചോളൂ. പെട്ടെന്ന് ചോദിക്കാം, ചോദ്യം. ഒരു നമ്മൾ ഫൈസൽ മുസ്ലിയാർ പ്രസംഗത്തിൽ തന്നെ ഞാൻ കേട്ടു, ഒരു 500-ലധികം പള്ളികൾ എടുക്കാൻ കാരണക്കാരനായ ആളാണ് PN. അതുപോലെ തന്നെ 1000-ലധികം കോടി ഉറുപ്പ്യ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്ട് ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. അത് പ്രകാരം എനിക്കതിനെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം, നമ്മളെ ഹുസൈൻ സലഫി ഒരു എത്രയോ അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് വരാനും ആയിരക്കണക്കിന് ഖുറാഫികളെ മുജാഹിദിലേക്കാകാനും ഇതൊക്കെ പ്രസംഗിച്ചും ചെയ്ത ഒരാളാണ് ഹുസൈൻ സലഫി. അത് പ്രകാരം ഖണ്ഡന മണ്ഡലങ്ങളിലൊക്കെ ഈ ശിഹാബ് എടക്കര, അതുപോലെ ഫൈസൽ മുസ്ലിയാർ, ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ, ഞാൻ പറയുന്നത് ഒരു ഇത്യാദി ആളുകളൊക്കെ പാടെ കൂടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വ്യത്യസ്തമായ നിങ്ങളുടെ സ്റ്റേജിൽ, ഫൈസൽ മുസ്ലിയാർ സ്റ്റേജിൽ ശിഹാബ് എടക്കരല്ല, ഇന്നുണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്, ഹുസൈൻ സൽഫിയുടെ സ്റ്റേജിൽ KK സക്രിയ ഇല്ല, അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു വേദി എപ്പോഴെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അതല്ല, അങ്ങനെ ഒരു വേദി ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ സംഘടിക്കുക, ഒന്ന് പറയാം. ഇൻഷാ അല്ലാഹ് അത്തരം വേദികൾ ഇപ്പോഴും ഉണ്ട്, യാതൊരു പ്രയാസവുമില്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ വേദി അദ്ദേഹത്തെ കാണുന്നില്ല വെച്ചാൽ, എനിക്കും അദ്ദേഹത്തിനും ഒരു ദിവസം പ്രസംഗം ഉണ്ടാവും 2 സ്ഥലത്ത്. അപ്പോൾ സ്ഥലത്ത് എത്താൻ കഴിയില്ലല്ലോ. ഇപ്പം ഞങ്ങൾ 3 ആളും ഒപ്പുണ്ട്. അതേപോലെ മൂസ സ്വലാഹി ഉണ്ട്, പലരും ഇവിടെ സദസ്സിലുണ്ട്. ഹുസൈൻ സലഫിയുടെ ചാവക്കാട് പരിപാടിയിലും അതേപോലെ തിരുവി പരിപാടിയിലും ഞങ്ങൾ പലരും ഉണ്ടായിട്ടുണ്ട്. ഇനി ഒന്നിച്ച് എല്ലാവരും ഒരേ സ്റ്റേജിൽ വരാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു തടസ്സം എവിടെയും ഉണ്ടായിട്ടുമില്ല. അതേസമയം ഓലപ്പം ഇരിക്കാൻ പറ്റൂല തോന്നിയവരുണ്ടാവും, അവരിയ്ക്കുന്നുണ്ടാവില്ല. ഈ സലഫി ആദർശത്തിലുള്ള, ഈ തൗഹീദിലുള്ള, റബ്ബിനോടെ പ്രാർത്ഥിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രമേ അഭൗതിക കഴിവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, ജിന്നിനും മലക്കിനും അടക്കം അഭൗതിക കഴിവുകളോ യാതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ശരിയായ തൗഹീദ്, ഇത്രയും കാലം പറഞ്ഞ തൗഹീദ് അതേ രൂപത്തിൽ സ്വീകരിച്ചു പോരുന്നവരെല്ലാം ഒരു സ്റ്റേജിൽ തടിയോടുകൂടില്ലെങ്കിലും മാനസികമായി ഒരു സ്റ്റേജിൽ എല്ലാവരും ഉണ്ട്. ഒരു സ്റ്റേജ് എല്ലാവരും ഉണ്ട്. ഇനി ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരും പ്രസംഗിക്കാൻ വിളിക്കുകയാണോ? എല്ലാവരും ഉണ്ടാവും. എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അത് എന്താ സുഹൃത്ത് ചോദിക്കാൻ കാരണം എനിക്ക് മനസ്സിലായില്ല. അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഇല്ല. ചില ആളുകൾക്ക് ഒരു പക്ഷേ ചില വേദിയിൽ വരാൻ പ്രയാസം ഉണ്ടാവും, അവർ അതിൽ വരൂല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ മാനസികമായ അകൽച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാവതുമല്ല, അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എല്ലാവരും ഇവരുടെ മനസ്സിലൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. ഒന്ന് KK സലാഹി, ഒന്ന് ഹുസൈൻ സലഫി, ജബ്ബാർ മൗലവി, മുജാഹിദ് ബാലുശ്ശേരി, ഫൈസൽ മുസ്ലിയാർ ഇത്യാദി ആളുകൾക്ക് ഞങ്ങൾ ഒരു സ്റ്റേജ് ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ബന്ധപ്പെടുക. 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഒരു സ്റ്റേജിൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ
നിങ്ങൾ ഈ മൂവർ സംഘം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി എന്ന് പുറത്തു പോയി എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ ബന്ധപ്പെട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞങ്ങളൊരു ജാഥയായിട്ട് പോകും ഇടവണ്ണേക്ക്. ശരി, മനസ്സിലായി. ഇൻഷാ അല്ലാഹ് അതിന് യാതൊരു പ്രയാസവും നമുക്കില്ല. ഇപ്പൊ കണ്ണൂരിൽ കഴിഞ്ഞ ആഴ്ച മുഖാമുഖം നടന്നു. ഏകദേശം ഞങ്ങൾ 15ഓളം ആളുകൾ ഒരേ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും കൂടി ഒരേ ഡേറ്റിന് ഒത്തു കിട്ടണമെങ്കിൽ ചിലപ്പോൾ 6 മാസം 8 മാസം ഒരു കൊല്ലൊക്കെ അപ്പുറം പോകേണ്ടി വരും. കാരണം ഹുസൈൻ സലഫി എന്ന അടുത്ത കാലത്ത് ഒഴിവില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ ഏതായിരുന്നാലും ഒരു പ്രാവശ്യം പല പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ വേദികൾ സംഘടിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത് വന്നുകൊണ്ടിരിക്കും, സംഘടിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കല്ലേ? നീ ചോദിക്കണ്ടോ? സമയം ഒരുപാടായി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വേദികളുണ്ട്, അവസരങ്ങളുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും ഇത്തരം പരിപാടികളുണ്ട്. നമ്മൾ ഇഖ്ലാസോട് കൂടി ഇവിടെ കൈകാര്യം ചെയ്തതുപോലെ ആത്മാർത്ഥമായി വേദികൾ കൈകാര്യം ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും ആരോഗ്യവും സമ്പത്തും എല്ലാം സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.